ഹലോ. അങ്ങനെ രാവിലെ ഇവിടെ ഇറങ്ങിയതാണ്. ഡോക്ടറെ കാണിച്ചു, സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. പർച്ചേസൊക്കെ ചെയ്തു കഴിഞ്ഞു. തിരിച്ച് വീട്ടിലെത്തി. കുളിക്കാൻ ലേശം മടി. എന്തോ എന്തിനാ ഇങ്ങനെ മടിക്കുന്നതെന്നറിയില്ല. അപ്പോൾ ഇവിടെ സിനിമ കാണുന്ന ഒരാൾ കാര്യമായിട്ട് ചെയ്യുന്നൊരു പണി ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ ഗൈസ്, എൻ്റെ ഗുളിക ഒരു ദിവസം പോലും മുടക്കരുത് എന്ന് ഇന്ന് ഡോക്ടർ പറഞ്ഞു. കാരണം എൻ്റെ ഗുളിക 2 പ്രാവശ്യം മുടക്കിയപ്പോൾ ഞാൻ 2 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ എൻ്റെ ഗുളികയൊക്കെ എടുത്ത് വെക്കുന്ന വെപ്പാണ് ഗൈസ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. അരുണേട്ടന് ഭയങ്കര കെയറിങ്ങാ. സഞ്ജു തിരിയരുതേ, തിരിഞ്ഞാൽ എൻ്റെ പുറഞ്ഞാൻ പൊളിക്കും. അപ്പം എന്നിട്ട് ഗുളിക മുടക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴാണ് ഇങ്ങോട്ടാ പോകുക എന്ന് പറയാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് ഇവൻ എന്താക്കുകയെന്ന് വെച്ചാൽ എല്ലാ ഗുളികയും പേര് എഴുതിയിട്ട് ഒരു ബോക്സിലിട്ടിട്ട് എല്ലാത്തിൻ്റെ ഓരോന്നെടുത്ത് കാറിൽ വെക്കുന്ന പരിപാടിയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും മിസ്സാക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് അത് മാറ്റിയേക്കും നമുക്ക് ഗുളിക. എനിക്ക് ഗുളികയൊക്കെ മാറ്റിയൊക്കെ തന്നതാണ് ഇന്ന്. ഞാനിപ്പോൾ ഒന്ന് കുടിച്ചു. അത് സ്ലീപ്പിംഗ് വിൽസാ ഗായ്സ്. എനിക്ക് സ്ലീപ്പിംഗ് വിൽസ് ഒക്കെ വേണം ഗായ്സ് ഉറങ്ങണമെങ്കിൽ. അപ്പം എനിക്ക് ഡോസ് കൂട്ടിയും കുറച്ചൊക്കെ തന്നിട്ടുണ്ട്. അപ്പം മൈഗ്രെയിൻ മാറാത്തതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ഓവറായിട്ട് ടെൻഷൻ, എന്താ പറയുക, ആക്സൈറ്റിങ്ങോ എന്തോ ഒരു കുന്തറാണ്ട പറയുന്നതിലേക്ക്. അപ്പോൾ ഇതൊക്കെ കാരണമാണ് പോലും എനിക്ക് മൈഗ്രെയിൻ കുറയാത്തത്. എങ്ങനെ കുറയാനാ? ഈ ഉത്തരാവുണ്ണിയൊക്കെ അല്ലേ എന്നെ ഇങ്ങനെ ടാർജറ്റ് ചെയ്തിട്ട് വെടിവെച്ച് കൊണ്ട് നടക്കുന്നത്. ഉത്തരാവുണ്ണീനെ വിട്ട് ഞാൻ ഗോൾഡ് മേടിക്കുന്നതെന്നൊക്കെ അല്ലേ പറയുന്നത് ഗൈസ്. അപ്പോൾ പിന്നെ എങ്ങനെ എൻ്റെ പ്രഷറും ടെൻഷനൊക്കെ കുറയാനാണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്ന് ഇഷ്ടമുണ്ടോ? ലൈവിൽ വരുമ്പോൾ അരുണീനല്ലേ ചോദിക്കല്ലേ? അവൾക്ക് എനിക്ക് എന്ത് ടെൻഷനാണെന്നറിയോ? മൂപ്പരുതൊക്കെ കേട്ടില്ല. അപ്പം മെല്ലെ ഒന്ന് കുളിച്ചാൻ പോകണം. കുളിച്ചൂല, തല നനയ്ക്കൂല, മേലൊന്ന് കഴിക്കണം. ഹോസ്പിറ്റലിലൊക്കെ പോയതല്ലേ, ഭയങ്കര മടിയടേ. അപ്പോൾ കുളിക്കണം, ഫുഡ് കഴിക്കണം. പത്തിരിയും കോഴീൻ്റെ കറിയും ഉണ്ട്. അപ്പോൾ ഒക്കെ കഴിക്കണം. ഇവിടെ TV തുറന്ന് കിടക്കുകയാണ്. ഏതോ കർഷകൻ്റെ കഷ്ടപ്പാട് പറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ പോയി മേല് കഴിക്കിട്ട് വരാം. ഇവര് സഞ്ജുവിൻ്റെ അല്ലത് 2 ബോക്സ് ആക്കിയിട്ട് ഞാനെങ്ങനെ മനസ്സിലാക്കൂ? അത് കാറിലേക്കുവാ. എനിക്ക് 4-ാം തീയതി തൊട്ട് കുടിക്കാനുള്ള ഗുളികയൊക്കെ കയ്യിൽ വെച്ചേ. എനിക്ക് 4-ാം തീയതി തൊട്ടിട്ടൊന്ന് അടന്നോ, അതിൻ്റെ മുമ്പായിട്ട് വേറൊന്ന്, അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ടാണ് ഗുളികകൾ തന്നത്. എൻ്റെ മൈഗ്രെയിൻ എന്തോ സ്പെഷ്യൽ മൈഗ്രെയിൻ ആണ് പോലും. വല്ലാത്തൊരു കഷ്ടം തന്നെ. ആരോ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു, വയനാട്ടിലോ ഏതോ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഇഞ്ചക്ഷൻ ചെയ്താൽ മാറുമെന്ന്. എനിക്കൊരു ഇഞ്ചക്ഷൻ ചെയ്താലും മാറൂലടേ. അങ്ങനെയാണ്. അപ്പം ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഊശി കുടിക്കുക. ഊച്ചു കുടിക്കുക ഓറിയോ. ഓക്കെ എന്നാൽ എല്ലാവരോടും. അങ്ങനെ ഗൈസ് മേലൊക്കെ കഴുകി ഫ്രഷായി. ഹോസ്പിറ്റലിൽ പോയതാണല്ലോ. അപ്പോൾ മേല് കഴുകാണ്ട് അവിടെ ഇരിക്കാനേ പാടില്ല ഇപ്പോഴത്തെ കാലത്ത്. പക്ഷേ കുറച്ചൊന്ന് ടയേർഡ് മാറട്ടെ എന്ന് കരുതിയിട്ടിരുന്നു. പിന്നെ മേലൊക്കെ കഴുകി ഫ്രഷായി.
എന്തേറ്റി മോനെ? ഫോൺ എടുക്കുക. അപ്പോൾ ഒക്കെ ഫ്രഷായി. ഇനി ഫുഡ് കഴിക്കണം. ഞാൻ പറഞ്ഞില്ല, അരുണിൻ്റെ അമ്മ നല്ല ടയർ വത്തലും ചിക്കൻ കറിയും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ മോന് നോമ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു നോമ്പ് തുറക്കാനായ സമയത്തേക്ക് ഞാൻ എത്തിയില്ല. എങ്കിലും അവർ ഫുഡ് അവർ കൊണ്ടുവരുന്നതാണ്. എനിക്കിപ്പം മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് ഒന്നിൻ്റെ സ്മെല്ല് പിടിക്കുന്നില്ല. അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ ഫുഡൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ ഫുഡൊക്കെ അമ്മയും അച്ഛനും അവിടുന്ന് കൊണ്ടുവരലാണ്. അപ്പോൾ അത് കഴിക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങണം. ഉറങ്ങിയില്ലേ ശരിയാവില്ല. ഉറങ്ങാത്തതാണ് എൻ്റെ മൈഗ്രെയിൻ്റെ ഏറ്റവും വലിയ വിഷയമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റാൽ തന്നെ റെഡിയാവുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് പറയാട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഗായ്സ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങാൻ നോക്കട്ടെ കേട്ടോ. ചിലപ്പം 10 മണിക്ക് ലൈവിൽ വരും. ഞാൻ ഉറങ്ങിപ്പോയിട്ടില്ലെങ്കിൽ അവൻ ഇങ്ങനെ വീട്ടിലുണ്ട്. നാളെ തൊട്ട് അവന് ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ്. അപ്പം നാളെ തൊട്ട് അവന് ലൈവിൽ ആർക്കും പ്രതീക്ഷിക്കേണ്ടി വരില്ല. അതുകൊണ്ട് ഇന്ന് എന്ത് പോയാലും 10 മണിക്ക് ലൈവ് പോവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ ഞാൻ ഉറങ്ങിപ്പോയാൽ ലൈവ് ഉണ്ടാവില്ല. ഉറങ്ങിപ്പോയിട്ടില്ലെങ്കിൽ ലൈവിൽ ഞാൻ വരും. നിങ്ങൾ കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ കാത്തിരിക്കുക, അത്രേ പറയാനുള്ളൂ. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ ബൈ.